സയൻസ് ക്വിസ് LP, UP, HS, HSS പാർട്ട് 8. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത്? ത്വക്ക് അല്ലെങ്കിൽ സ്കിൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി. ഉത്തരം ലിവർ അല്ലെങ്കിൽ കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി. ഉത്തരം തുടയെല്ല് അല്ലെങ്കിൽ ഫീമർ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി. ഉത്തരം സ്റ്റെപ്സിസ്, ചെവിയിലെ അസ്ഥി. കരിമ്പ് എന്ന സസ്യത്തിൽ ആഹാരം സംഭരിച്ചു വെച്ചിരിക്കുന്നത് എവിടെയാണ്? കാണ്ഡത്തിൽ അല്ലെങ്കിൽ സ്റ്റെം. നീന്താൻ ചിറക് ഉപയോഗിക്കുന്ന പക്ഷി ഏതാണ്? ഉത്തരം പെൻഗ്വിൻ. ഏറ്റവും ഉയരമുള്ള മരം ഏത്? ഉത്തരം റെഡ്വുഡ്. വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നിവ ഏത് കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം നെൽകൃഷി. കുരുമുളക് ചെടിയുടെ ഇലയിലെ ശിലാവിന്യാസം ഏതാണ്? ജാലിക ശിലാവിന്യാസം. 2023 ഐക്യരാഷ്ട്ര സംഘടന ഏത് വർഷമായിട്ടാണ് ആചരിച്ചത്? ഉത്തരം അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം. ദേശീയ ശാസ്ത്ര ദിനം എന്നാണ്? ഫെബ്രുവരി 28. ദേശീയ ശാസ്ത്ര ദിനമായി ഫെബ്രുവരി 28 ഏത് ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം CV രാമൻ. ഭൗതിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ? CV രാമൻ. ചൂൽ ഏന്തിയ കാക്ക എന്തിൻ്റെ ചിഹ്നമാണ്? ശുചിത്വം. ISROയുടെ സൂര്യപര്യവേക്ഷണ പേടകം ഏത്? ആദിത്യ L1. ഇന്ദുചൂഡൻ എന്ന പക്ഷി നിരീക്ഷകൻ്റെ യഥാർത്ഥ പേര്? KK നീലകണ്ഠൻ. തവളകൾ ജലത്തിൽ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന അവയവം ഏത്? ഉത്തരം ത്വക്ക് അല്ലെങ്കിൽ സ്കിൻ. പരിസ്ഥിതി ദുരന്തത്തെ പ്രമേയമാക്കി റേച്ചൽ കേഴ്സൺ എഴുതിയ കൃതി ഏത്? നിശബ്ദ വസന്തം. കണ്ടൽക്കാടുകളെ സംരക്ഷിച്ച പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ്? കല്ലേൽ പൊക്കുടൻ. കല്ലേൽ പൊക്കുടൻ്റെ ആത്മകഥയുടെ പേരെന്ത്? കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല ഏത്? ഉത്തരം കണ്ണൂർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം സുന്ദർബൻ ഡെൽറ്റ, പശ്ചിമ ബംഗാൾ. ഇലകൾക്ക് പച്ച നിറം കൊടുക്കുന്ന വർണ്ണവസ്തു ഏത്? ഉത്തരം ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ. രാമച്ചം എന്ന ചെടിയുടെ വേര് പടലം ഏത് വിഭാഗത്തിൽപ്പെടുന്നു? നാരുവേര് പടലം.
വിത്ത് മുളച്ച് വരുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗത്തിന് പറയുന്ന പേര് എന്ത്? ബീജമൂലം അല്ലെങ്കിൽ റാഡിക്കൽ. വിത്ത് മുളച്ചതിനു ശേഷം ചെടിയുടെ കാണ്ഡമായി തീരുന്ന ഭാഗം ഏത്? ബീജശീർഷം അല്ലെങ്കിൽ പ്ലമ്യൂൾ. സസ്യത്തിൻ്റെ അടുക്കള എന്നറിയപ്പെടുന്നത്? ഇലകൾ.